ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ MBBS എന്ന എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തിട്ട് ഇന്നത്തേക്ക് 500th ഡേ ആവുകയാണ്. അപ്പം ഇതൊരു സ്പെഷ്യൽ വ്ളോഗായിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സൺഡേയും ആണ്. അപ്പം നമ്മളെ ക്ലാസ്മേറ്റ്സിനെ എല്ലാവരും കൂടെ ഒത്തുകൂടി സാത്തിയ എന്ന പേരിൽ ഒരു ഡിന്നർ ഒരുമിച്ച് കഴിക്കുക, പിന്നെ കുറച്ച് കലാപരിപാടികൾ ഒരുമിച്ച് അവതരിപ്പിക്കുക, അങ്ങനൊരു ചെറിയ ഒത്തുകൂടൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. സമയം ഏകദേശം വൈകുന്നേരം 4 മണിയായി. പരിപാടികൾ തുടങ്ങാറായി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു വ്ളോഗ് ടൈപ്പായിട്ടുള്ള വീഡിയോ ആണ്. ജസ്റ്റ് ഞങ്ങളുടെ സെലിബ്രേഷൻസും ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാൻ പോവാണ്. ബാക്കി വീഡിയോയിൽ വഴിയെ കാണാം. തുടങ്ങല്ലേ? എപ്പോഴും നമ്മളൊരു പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? ഇപ്പൊ ഒരു വെറൈറ്റി നമ്മൾ ഡാൻസ് ചെയ്ത് തുടങ്ങിയാലോ? അത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പി തുടങ്ങിയാലോ? പപ്പി വിളിക്കാം. വളരെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ പോയപാടെ ഞാൻ പല കാഴ്ചകളും കാണിച്ചു തന്നല്ലോ. നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത കുറേ ആൾക്കാർ അടിപൊളിയായിട്ട് ഇത്രയും കാലത്തെ ജേണി, ഡേ 14, ഡേ 15, ഡേ 300, ഡേ 365 എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രഷ്യസ് മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് വൈറ്റ് കോട്ട് കിട്ടിയ സെറിമണി ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചു തന്നു. പിന്നെ ഇൻ്റർ ബാച്ച് ഇവിടെ സ്പോർട്സ് അത്ലറ്റിക്സ് മീറ്റ് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ചാമ്പ്യൻസ് ആയിരുന്നു, അതിൻ്റെ ഫോട്ടോസ്, അങ്ങനെ പല ഈ ഒരു 500th ഡേയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊരു ഇങ്ങനെ ട്രീ പോലെ അവതരിപ്പിച്ചു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഹെഡ്സ് ഓഫ് ടു ഡെക്കറേഷൻ ടീം അവർ എല്ലാം നമ്മുടെ ക്ലാസ്സിലെ 175 കുട്ടികളുടെ പേര് എഴുതിയിട്ടുള്ള ഒരു എൻവലപ്പ് തയ്യാറാക്കി, ഒരു ലെറ്റർ തയ്യാറാക്കി, എന്നിട്ട് നമ്മുടെ നെയിം അതിലുണ്ടാവും. നമ്മളത് എടുക്കുക, നമ്മളെക്കുറിച്ച് ഏതോ ഒരു കുട്ടി എഴുതിയ കുറച്ച് വാക്കുകളുണ്ടാവും, നമ്മൾ നല്ലൊരു ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിരുന്നു, നല്ല പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു വന്നത്. അപ്പം നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് പിരിഞ്ഞു. അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി പിരിഞ്ഞത്. ക്ലാസ്സിലെ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ്, പാട്ട്
പല പല കഴിവുള്ള കുട്ടികളുണ്ട് ഈ MBBS ഫീൽഡിൽ. അപ്പോൾ അവരൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കൂടിയായിരുന്നു ഇന്നത്തെ ഈ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ 500th ഡേ സെലിബ്രേഷൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ സമയം ഏകദേശം 12:15 ആകെ മൊത്തം വേർത്ത് കുളിച്ച് ചളായിട്ടിരിക്കുകയാണ്. നല്ലോണം എൻജോയ് ചെയ്ത് കുറേ ഡാൻസ് കളിച്ച്, കുറേ പാട്ട് പാടി, കുറേ കൂടെ പാടി. ഇത്രയും കാലത്തെ ഹാർഡ് വർക്ക് ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രൊഫഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞാൻ ഈ ഇടുന്ന വ്ളോഗ് എത്ര ആൾ കാണുമെന്നറിയില്ല, എത്ര നീറ്റ് എക്സ്പീരിയൻസ് കാണുമെന്നറിയില്ല, എത്ര MBBS എക്സ്പീരിയൻസ് കാണുമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നല്ല വർക്ക് ചെയ്യുക. ഈ ഒരു പാഷൻ വളരെ പ്രഷ്യസ് ആണ്. ആ പ്രഷ്യസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ ആ പാഷൻ ഈ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി 3 മാസമുണ്ട്. ഇത് കാണുന്ന പല നീറ്റ് ആസ്പിരൻസും ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷനും കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇട്ടത്. നിങ്ങൾ നല്ലോണം പഠിക്കുക. എത്ര എവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ബിലോ എവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എബോ എവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇനിയുള്ള 3 മാസം നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നോ അതാണ് നിങ്ങളെ റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം പഠിക്കുക. നിങ്ങൾക്കും ഇതുപോലൊരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടും. ആർക്കും ഇത് പോസിബിളാണ്. ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഈസ് ഹൗ ഹാർഡ് യു വർക്ക് ഫോർ ഇറ്റ്. അപ്പോൾ നല്ലോണം പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. enlo04 എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ കാണാം. ബൈ.